നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 5ാം ചാപ്റ്റർ ആണ്. എന്താണ് 5ാം ചാപ്റ്റർ? അഭിന്നക ഗുണനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നു അല്ലെ, രണ്ട് അഭിന്ന സംഖ്യകൾ അഥവാ √2 √3 എന്നിവയുടെ ഗുണനം പഠിച്ചു, ഹരണം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രികോണ പരപ്പളവുകളെ പറ്റിയിട്ടാണ്. അപ്പൊ താഴെ ഹെഡിങ് ചെയ്ത ത്രികോണ പരപ്പളവുകൾ എന്ന് ഹെഡിങ് ചെയ്ത ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ത്രികോണം വരച്ചു. അപ്പൊ ഇതിന്റെ ഓരോ വശവും എത്ര എടുക്കുന്നത്? 2 മീറ്റർ എടുക്കും. അപ്പൊ ഈ ത്രികോണം എന്ത് ത്രികോണമായി? സമഭുജ ത്രികോണമായി മാറി അല്ലെ. എല്ലാ വശങ്ങളും തുല്യമായാൽ ആ ത്രികോണത്തെ നമ്മൾ എന്ത് പറയും? ഒരു സമഭുജ ത്രികോണം എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ലംബം താഴോട്ട് വരച്ചു അല്ലെ. അതിന് എത്ര സെന്റിമീറ്റർ ആയി അല്ലെങ്കിൽ എത്ര മീറ്റർ ആയിരിക്കും കിട്ടുന്നുണ്ടാകുക അല്ലെ? നമുക്ക് √3 മീറ്റർ ആയിരിക്കും കിട്ടുന്നുണ്ടാകുക. നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടെത്താൻ മതി. ഞാൻ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പോവാണ് അല്ലെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പരപ്പളവുകൾ കാണാനാണ്. അപ്പൊ നമ്മൾ ത്രികോണം ഉണ്ട്, ഒരു സമഭുജ ത്രികോണം ഉണ്ട്. ആ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ √3 മീറ്റർ. അപ്പൊ 2 ആകുമ്പോ √3 കിട്ടിയിരുന്നു. അപ്പൊ ഇതിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്തായിരുന്നു അല്ലെ? ത്രികോണത്തിന്റെ പരപ്പളവ് സമം 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അപ്പൊ 1/2 ഗുണിക്കണം പാദം എന്ന് പറഞ്ഞാൽ 2, ഉയരം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √3. ഈ രണ്ടും വെട്ടിപ്പോയി. എത്ര കിട്ടിയപ്പോ? √3 സ്ക്വയർ ആണ് അല്ലെ, മീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? നമുക്ക് പരപ്പളവായിട്ട് വന്നത്. ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ് അല്ലെ, ജനറലി പൊതുവായിട്ട് രീതിയിൽ പറയാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തു, ഒരു സമഭുജ ത്രികോണം വരച്ചു. എത്ര മീറ്റർ ആണ്? A മീറ്റർ. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2A മീറ്റർ. പഠിച്ചു വെക്കുക, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ √3/2A മീറ്റർ ആണ്. ഒന്നുമില്ല, നമുക്കൊരു മട്ട ത്രികോണം കിട്ടും. അവിടെ എന്ത് ചെയ്താൽ ഈ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അത് കണ്ടെത്തുന്ന രീതി അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് വേണ്ടത് ഇതിന്റെ ഉയരം എത്രയാണെന്നും പരപ്പളവ് എത്രയെന്നാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരാണ്. അപ്പൊ പാദം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ A ആണ്. ഉയരം എന്ന് പറഞ്ഞ എത്ര? √3/2A ആണ് അല്ലെ. അപ്പൊ ഈ 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ √3/4 ഗുണിക്കണം A സ്ക്വയർ ആയി. അപ്പൊ A എന്ന് പറഞ്ഞാൽ ആരാ? വശമാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് മാറ്റി എഴുതാണെങ്കിൽ √3/4 ഗുണിക്കണം വശം സ്ക്വയർ ആണ് ആര് വരുന്നത്? ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവായി വരുന്നത്. ഒരു സമവാക്യം പഠിച്ചില്ലേ? എന്താണ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ √3/4 വശം സ്ക്വയർ. നമുക്കത് റിസൾട്ട് ആക്കി എഴുതിയാലോ? അപ്പൊ എന്ത് ചെയ്തു, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ √3/2 ഇൻറ്റു വശം. ഇനി അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ, സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ √3/4 ഗുണിക്കണം വശം സ്ക്വയർ. നമ്മള് ഇപ്പോൾ നമ്മൾ ഉയരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ഇപ്പോൾ നമ്മൾ ഉയരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു നമ്മൾ എല്ലാ വശങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം ഒന്ന് പഠിച്ചാലോ? ആ സമവാക്യം ഇതാണ്. വശങ്ങളുടെ നീളം A, B, C ആയാൽ ത്രികോണത്തിൽ S സമം 1/2 ഗുണിക്കണം A + B + C എന്നെടുത്താൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ √S × S - A S - B × S - A. അപ്പൊ ഇതെന്താണ്? ഒരു ത്രികോണം കയ്യിലുണ്ട്. ആ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം നമുക്കറിയാമെങ്കിൽ അതിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് എന്താണ്? S എന്ന് പറഞ്ഞാൽ 1/2 × A + B + C ആണ്. അപ്പൊ പരപ്പളവ് √S × S - A × S - B × S - A. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഗ്രീക്ക് മാത്തമാറ്റിക്സ് ആയ ഹെറോൺ ആണ് കണ്ടുപിടിച്ചത്. ഏത്? ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത് 6th സെഞ്ചുറിയിലാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് ഗ്രീക്ക് മാത്തമാറ്റിക്സിനാണ് കണ്ടുപിടിച്ചത്. മാത്തമാറ്റിക്സിന്റെ പേരെന്താണ്? ഹെറോൺ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ഹെറോൺ ഫോർമുലയും എന്നറിയപ്പെടാറുണ്ട്.
അപ്പൊ ഹെറോൺ ഫോർമുല എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഇക്വേഷനും കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഹെറോൺ ഫോർമുല അല്ലെ ഹെറോൺ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് ഹെറോൺ ഫോർമുല. അപ്പോ 6ാമത്തെ സെഞ്ചുറിയിലാണ് ഇത് കണ്ടെത്തിയത്. ഗ്രീക്ക് മാത്തമാറ്റിക്സിനായ ഹെറോൺ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ അയാളെ പേര് തന്നെയാണ് നമ്മൾ ഈ ഫോർമുല അറിയപ്പെടുന്നത്, ഹെറോൺ ഫോർമുല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ത്രികോണം. എന്നാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എ എന്നെടുത്താൽ എന്തെടുക്കുന്നത്? അല്ലെ, 8 എടുത്തു. ബി എന്ന് പറഞ്ഞാൽ 3 എടുത്തു. സി എന്ന് പറഞ്ഞാൽ ആരെടുത്തു? 7 എടുത്തു. അപ്പൊ എ സമം 8, ബി സമം 3, സി സമം 7. അപ്പൊ നമുക്ക് സമവാക്യത്തിൽ എസ് സമം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എസ് സമം എന്താണ്? 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ സമം 1/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 8, ബി എന്ന് പറഞ്ഞാൽ 3, സി എന്ന് പറഞ്ഞാൽ 7. കൂട്ടുക, എത്ര കിട്ടി? 1/2 ഇൻറ്റു അല്ലെ 3 കൂടി 7 കൂട്ടിയാൽ 10, 10 കൂട്ടണം 8 എന്ന് പറഞ്ഞാൽ 18. 18 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ് വരുന്നത്. ഇനി ഹെറോൺ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പരപ്പളവ് സമം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. സി എന്ന് പറഞ്ഞാൽ 7 ആണ്. എസ് എന്ന് പറഞ്ഞാൽ 9. അപ്പൊ സമം റൂട്ട് ഓഫ് എസ് 9. 9 കുറക്കണം എ എന്ന് പറഞ്ഞാൽ 8 അല്ലെ, 9 കുറക്കണം ബി എന്ന് പറഞ്ഞാൽ 3. അടുത്ത് 9 കുറക്കണം 7 ആണ് ആര് വന്നത്? സമം 9. 9ന്ന് 8 പോയാൽ 1, 9ന്ന് 3 പോയാൽ 6, 9ന്ന് 7 പോയാൽ 2. ഇങ്ങനെ സമം. ഇനി നമുക്ക് ഇതിനെ 9ന് അതേപോലെ 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ആക്കി എഴുതാം, ഇൻറ്റു 2. അപ്പൊ 6ന് ഞാൻ എങ്ങനെ ആക്കി? 2 ഇൻറ്റു 3 ആക്കി മാറ്റി. നമുക്കറിയാം റൂട്ട് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ, 2 ആൾക്കാരെ ഒരാളാക്കുന്ന പതിവിലാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇവിടെ എത്ര 2 ഉണ്ട്? 2 2നെ ഒരു 2 ആക്കി. ബാക്കി ഒറ്റയ്ക്ക് ആരേ ഉള്ളൂ? 3 ഉള്ളു. അപ്പൊ റൂട്ട് 3. അപ്പൊ റൂട്ട് 9നെ 3 ആക്കി, 2 പേരെ ഒരാളാക്കി എഴുതി. കാരണം റൂട്ട് ഓഫ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ആണ്. പിന്നെ ആരേ ഉള്ളൂ? 3 ഉള്ളു. 3 ഇൻറ്റു 2 എത്ര? 6. 6 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഇതിന്റെ പരപ്പളവായി വന്നത്. ഇനി വേണമെങ്കിൽ എന്ത് കൊടുക്കാം? റൂട്ട് 3ന്റെ വില കൊടുത്ത് ഗുണിച്ചും എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹെറോൺ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പരപ്പളവ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്സസ് ചെയ്ത് നോക്കിയാലോ? പേജ് നമ്പർ 96ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ചില സമമിത ത്രികോണങ്ങളുടെ ഒരു വശത്തിന്റെ നീളം ചുവടെ കൊടുത്തിരിക്കുന്നു. പരപ്പളവ് കണക്കാക്കുക. 10 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, റൂട്ട് 3 സെന്റിമീറ്റർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു സമമിത ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 3/4 ഇൻറ്റു വശം സ്ക്വയർ ആണ്. അപ്പൊ റൂട്ട് 3/4 വശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ന്റെ വർഗം. 10ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. അപ്പൊ 100 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. റൂട്ട് 3 ആണ്. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? അല്ലെ, ഈ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവായി വന്നത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 5 സെന്റിമീറ്റർ. അപ്പൊ വശം സമം 5 സെന്റിമീറ്റർ. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3/4 ഗുണിക്കണം വശം സ്ക്വയർ. ഇവിടെ വശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ 5ന്റെ വർഗം. 5ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 25. 25/4 ഇൻറ്റു റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. അപ്പൊ എന്ത് കിട്ടി? വശം സ്ക്വയർ എന്ന് പറയുമ്പോ വശം ഇട്ട് കൊടുക്കുക.
അല്ലെ? ഇവിടെ 5 ആയതുകൊണ്ട് 5ന്റെ വർഗം 25 ആയി എന്നുള്ളത്. ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വശം എത്ര തന്നിട്ടുണ്ട്? √3 ആണ്. അപ്പൊ വശം സമം √3 സെന്റിമീറ്റർ. അപ്പൊ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് സമം √3 ഹരിക്കണം 4 ഗുണിക്കണം വശം സ്ക്വയർ. ഇവിടെ വശം എത്രയാണ്? √3 ആണ്. അപ്പൊ √3ന്റെ വർഗം എന്ന് പറഞ്ഞ എത്രയാണ്? 3 ആണ്. അപ്പൊ √3/4 ഗുണിക്കണം 3. അപ്പൊ എത്ര കിട്ടി? 3/4 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഈ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ നമ്മൾ ഈ സമവാക്യത്തിലേക്ക് വശത്തിന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി, ആൻസർ ആയി. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വശങ്ങളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പൊ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഞാനൊരു സമഷഡ്ഭുജം വരച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും എന്തായിരിക്കണം? തുല്യാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ വികരണങ്ങളൊക്കെ വരയ്ക്കുകയാണ്. എങ്ങനെയാണ്? ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, അതേപോലെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വികരണങ്ങളൊക്കെ വരച്ചു. അപ്പൊ ഇങ്ങനെ വികരണങ്ങൾ വരയ്ക്കുമ്പോ നമുക്ക് ഇവിടെ തുല്യമായി കുറെ ത്രികോണങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഇവിടെ ത്രികോണം വരുന്നുണ്ട്, ഇവിടെ ത്രികോണം വരുന്നുണ്ട്, ഇവിടെ ത്രികോണം വരുന്നുണ്ട്, ഇവിടെ ത്രികോണം വരുന്നുണ്ട് അല്ലെ? ഇങ്ങനെ വരച്ചപ്പോ നമുക്ക് കുറെ ത്രികോണങ്ങൾ വരുന്നുണ്ട്. എത്ര ത്രികോണങ്ങൾ വരുന്നുണ്ട്? 1 2 3 4 5 6 അല്ലെ? 6 ത്രികോണങ്ങളായിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആ ത്രികോണങ്ങളെ പറ്റി നമ്മൾ നോക്കാം. നമുക്കറിയാം ഈ വശവും തുല്യാണ്, കാരണം സമഷഡ്ഭുജയാണ്. പിന്നെ ഈ വശവും തുല്യാണ്, കാരണം എന്താ? അല്ലെ? സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ നീളവും തുല്യാണ്. പിന്നെ ഈ നീളം. അപ്പൊ ഈ 6 ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളായി മാറി? സമഭുജ ത്രികോണങ്ങളായി മാറി. അപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമഷഡ്ഭുജന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ട് അതിനെ 6 കൊണ്ട് ഗുണിച്ചാ പോരെ? ഇവിടെ നമുക്ക് വശം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ. അപ്പൊ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം അല്ലെ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവാണ്. കാരണം 6 സമഭുജ ത്രികോണങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് നമുക്ക് സമവാക്യം? സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ സമവാക്യം അറിയാം. എന്താണ്? √3/4 ഗുണിക്കണം വശം സ്ക്വയർ. ഇവിടെ വശം എന്ന് പറഞ്ഞാൽ ആരാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 6 സ്ക്വയർ സമം എങ്ങനെ എഴുതാ? 6ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെ? 36. അപ്പൊ 36 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216 ബൈ 4 √3. 216നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 53. അപ്പൊ 53 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഈ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവായി വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിത് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവാണ്. 6 ഗുണിക്കണം √3/4 ഗുണിക്കണം വശം സ്ക്വയർ. ഇവിടെ വശം എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 സ്ക്വയർ അല്ലെ? അപ്പൊ 6ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 36 × 6 216. 216 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 54. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഉയരം 12 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഉയരം തന്നിട്ടുണ്ട്. എത്രയാണ് ഉയരം തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം കാണാനുള്ള സമവാക്യം നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? √3/2 ഗുണിക്കണം വശം എന്നാണ് നമുക്കറിയാം അല്ലെ? എന്താണ് സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ √3/2 ഗുണിക്കണം വശം. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അപ്പൊ 12 സമം √3/2 ഗുണിക്കണം വശം. ഈ 2ന്റെ സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോ അപ്പൊ √3 ഗുണിക്കണം വശം സമം ഈ 2ന്റെ സമത്തിന് അപ്പുറം പോകുമ്പോ എന്താവും? ഗുണിക്കണം 2 ആയി. അപ്പൊ 12 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 24. അപ്പൊ √3 ഗുണിക്കണം വശം എന്ന് പറഞ്ഞാൽ 24.
അപ്പൊ വെറും വശം എന്ന് പറഞ്ഞതായി 24 ഹരിക്കണം √3. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, 1/√a എന്ന് പറഞ്ഞാൽ √a/a ആണ്. അപ്പൊ ഞാൻ ഇതിന് 24 ഗുണിക്കണം 1/√3 ഇട്ടു. അപ്പൊ എങ്ങനെ ഇതാ 24 ഗുണിക്കണം √3/3. 24നെ 3 കൊണ്ട് അല്ലെ ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി? 8 √3 സെന്റിമീറ്റർ ആണ്. അപ്പൊ റിസൾട്ട് ഉപയോഗിച്ചതാണ് 1/√a എന്ന് പറഞ്ഞാൽ √a ഹരിക്കണം a ആണ്. അപ്പൊ 24 അല്ലെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 ആണ് കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8 √3 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്? ഇതിന്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനില്? പരപ്പളവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് എന്താണ്? ചുറ്റളവാണ്. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം വശമാണ്. അപ്പൊ സമം 3 ഗുണിക്കണം വശം എത്രയാണ്? √3 ആണ്. അപ്പൊ 8 × 3 എന്ന് പറഞ്ഞാൽ 24 √3 സെന്റിമീറ്റർ ആണ് ആര് വന്നത്? നമുക്ക് സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവായി വന്നത്. ഇനി അടുത്ത നമ്മൾ കാണാൻ പറഞ്ഞത് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? √3/4 ഗുണിക്കണം വശം സ്ക്വയർ. അപ്പൊ √3/4 ഗുണിക്കണം വശം എന്ന് പറഞ്ഞാൽ √8 അല്ലെ √3 സ്ക്വയർ സമം √3/4 ഗുണിക്കണം 8ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. √3ന്റെ വർഗം 3 ആണ്. അപ്പൊ 64നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി? 16 ആണ്. അപ്പൊ 16 × 3 എത്രയാണ്? 48 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നു? ഈ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവായി വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് വശം കണ്ടുപിടിക്കാൻ വേണ്ടി ഉയരത്തിന്റെ സമവാക്യം ഉപയോഗിച്ച് കണ്ടെത്തി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ. സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം 6 സെന്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. അപ്പോ സമാന്തര വരകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സമഷഡ്ഭുജം വരച്ചു. അപ്പൊ ഇതിന്റെ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ ഇതും സമാന്തര വരകളാണ്. ഇവ തമ്മിലുള്ള അകലമാണ് എന്ന് പറഞ്ഞ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ മൊത്തം 6 സെന്റിമീറ്റർ. നമുക്കറിയാം ഇതിനെ അല്ലെ എന്താണ് സമഭാഗം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള നീളം എത്ര ആയിരിക്കും? 6ന്റെ പകുതി ആയിരിക്കും, അഥവാ 3 സെന്റിമീറ്റർ ആവും. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സമഭുജ ഈ സമഷഡ്ഭുജത്തിന്റെ മൊത്തം വരുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് വരുന്നത്. നമുക്ക് താഴെ ഇതാ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ കുറെ സമഭുജ ത്രികോണങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 6/2 ആണ്. അത്രയാണ് 3 അല്ലെ. ഇവിടെ സമഭുജ ത്രികോണം 6 സമഭുജ ത്രികോണങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് വരുന്നത്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സമവാക്യം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സമഭുജ ത്രികോണത്തിന്റെ ഉയരം കാണാനുള്ള സമവാക്യം എന്താണ്? √3/2 × വശമാണ്. അപ്പൊ സമഭുജ ത്രികോണ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ √3/2 × വശം ഈ 2നെ അങ്ങോട്ട് ഗുണിച്ചു. അപ്പൊ എന്താവും? √3 ഗുണിക്കണം വശം സമം 3 × 2 എന്ന് പറഞ്ഞ എത്ര? 6. അപ്പൊ വശം സമം എത്രയാണ് വരിക? 6/√3. ഞാൻ 6 ഗുണിക്കണം 1/√3. അപ്പൊ നമുക്ക് റിസൾട്ട് അറിയാം. 1/√a എന്ന് പറഞ്ഞാൽ √a ഹരിക്കണം a ആണ്. അങ്ങനെ ആകുമ്പോ ഇവിടെ എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം √3 ഹരിക്കണം 3. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. 2√3 സെന്റിമീറ്റർ ആണ് ആര് വരുന്നത്? ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമായി വരുന്നത്. നമുക്കറിയാം സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എന്താണ്? 2√3 ആണ്. അപ്പൊ ഇത് ആരും കൂടിയാണ്?
സമഷഡ്ഭുജത്തിന്റെ ഒരു വശം കൂടിയല്ലേ? അപ്പൊ രണ്ടും ഒന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സമചതുര ത്രികോണത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 2√3 സെന്റിമീറ്റർ ആണ്. അപ്പൊ സമചതുര ത്രികോണത്തിന്റെ ഒരു വശവും ആരുമായിട്ട് തുല്യാണ്? സമഷഡ്ഭുജത്തിന്റെ ഒരു വശവുമായിട്ട് തുല്യാണ്. അത് എത്ര കിട്ടി? ഇപ്പോ 2√3 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മോട് കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ചുറ്റളവും പരപ്പളവുമാണ്. അപ്പൊ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ചുറ്റളവാണ്. അപ്പൊ ഇവിടെ എത്ര വശങ്ങളുണ്ട് നോക്ക? 6 വശങ്ങളുണ്ട് സമഷഡ്ഭുജത്തിന്. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താവും? 6 ഗുണിക്കണം വശമാണ്. അപ്പൊ ചുറ്റളവ് സമം അല്ലെ? സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് സമം 6 ഗുണിക്കണം ഒരു വശം എന്ന് പറയുമ്പോൾ 2√3. 6 കൂടി 2 ഗുണിച്ചാൽ 12√3 സെന്റിമീറ്റർ ആണ് ആര് വരുന്നത്? ഈ സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവ്. ഇനി അടുത്ത് കാണാൻ വന്നത് സമഷഡ്ഭുജത്തിന്റെ പരപ്പളവാണ്. അപ്പൊ നമുക്ക് സമവാക്യം അറിയാം അല്ലെ? 6 ഗുണിക്കണം √3/4 ഗുണിക്കണം വശം വർഗമാണ്. അപ്പൊ 6 ഗുണിക്കണം √3/4 ഇൻറ്റു വശം എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 2√3ന്റെ വർഗമാണ്. സമം 6 ഗുണിക്കണം √3/4 ഗുണിക്കണം 2ന്റെ വർഗം 4 √3ന്റെ വർഗം 3. അപ്പൊ ഈ 4ഉം വെട്ടി. അപ്പൊ ബാക്കിയുള്ളൂ 6 × 3 എത്രയാണ്? 18 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടി? 6 ഗുണിക്കണം √3/4 ഗുണിക്കണം 2√3ന്റെ സ്ക്വയർ. 2ന്റെ വർഗം 4 √3ന്റെ വർഗം 3. അപ്പൊ 4 × 3 എത്രയാണ് അല്ലെ? ഈ 4ഉം വെട്ടി. ബാക്കി എന്തേ ഉള്ളു? ഈ 3 × 6 ഗുണിച്ചാൽ മതി അല്ലെ? ഈ 4 വെട്ടിപ്പോയി. അപ്പൊ 3 × 6 എന്ന് പറഞ്ഞ എത്ര? 18 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഉയരവും പരപ്പളവും കണക്കാക്കുക. അല്ലേ? അപ്പൊ ഈ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത കിട്ടിയിട്ടുണ്ടാവും. 2 വശങ്ങൾ തുല്യാണ്. ആ ത്രികോണങ്ങളെ എന്താണ്? സമപാർശ്വ ത്രികോണങ്ങളാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഞാനൊരു ത്രികോണം വരച്ചു. എന്ത് ചെയ്തു? ആ ത്രികോണത്തിന് ഞാൻ എന്ത് ചെയ്തു? പേര് കൊടുത്തു. എന്ത് ചെയ്തു? ഞാന് ഈ AB-ക്ക് എന്തെടുത്തു? 6 കൊടുത്തു. അപ്പൊ AC-ക്ക് എന്തെടുത്തു? 6 കൊടുത്തു. അപ്പൊ 2 വശങ്ങൾ തുല്യാണ്. ഇനി പാദം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഞാൻ കൊടുത്തത്? 8 ആണ്. അപ്പൊ ഇവിടെ 2 തുല്യായത് കൊണ്ട് ഇതിനെ സമഭാഗം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഏത്? BD-യും DC-യും തമ്മിൽ എന്തായിരിക്കും? തുല്യമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ BD എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4. DC എത്ര കിട്ടും? 4 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 6ഉം 6 എടുത്തത്. ഇനി ഇവിടെ ഒരു മട്ടത്രികോണം വന്നിട്ടുണ്ട്. നമുക്കറിയാം 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ത്രികോണത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം വന്നു ചാടിയിട്ടുണ്ട്. ADC എന്നൊരു മട്ടത്രികോണം. അതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ AD ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. AC² സമം DC² കൂട്ടണം AD². AC എന്ന് പറയുമ്പോൾ 6², DC എന്ന് പറയുമ്പോൾ 4, AD നമുക്കറിയില്ല. AD². 6ന്റെ വർഗം 36, 4ന്റെ വർഗം 16, AD². അപ്പൊ AD² സമം 36 കുറക്കണം 16 എത്ര കിട്ടി? 20 ആണ്. അപ്പൊ AD സമം √20 മാറി. നമുക്ക് 20നെ എങ്ങനെ മാറ്റാം? 4 × 5 ആക്കി മാറ്റാം അല്ലെ? അപ്പൊ 4ന്റെ വർഗം എന്ന് പറയുമ്പോ വർഗമൂലം എന്ന് പറഞ്ഞാൽ 2, പിന്നെ √5 ആയി മാറി. നമ്മൾ ആദ്യം 1ാമത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോ അല്ലെ ഇതിനെ എങ്ങനെ ചെറുതാക്കാന്ന്. അപ്പൊ √4നെ അല്ലെ എന്തായി? 2 ആണ് വർഗമൂലം, പിന്നെ 5 ആണ്. ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 2√5 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതേപോലെ ത്രികോണത്തിന്റെ പാദം എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്താണ് പഠിക്കേണ്ടത്?
ത്രികോണത്തിന്റെ പരപ്പളവ് കാണാം. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പ് കാണാൻ സമവാക്യം നമുക്കറിയാം. എന്താണ് അല്ലെ? ത്രികോണത്തിന്റെ പരപ്പളവ് സമം 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് നമുക്ക് സമവാക്യം. ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ 8 ഉയരം എന്ന് പറഞ്ഞാൽ 2√5. ഈ രണ്ടും വെട്ടിപ്പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 8√5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. പാദം 8, ഉയരം 2√5. ഈ രണ്ടും വെട്ടി 8√5 സെന്റിമീറ്റർ ആണ് അല്ലെ? അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? പരപ്പളവ് വന്നത്. ഇനി ഇതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? ചില ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോന്നിന്റെയും പരപ്പളവ് കണക്കാക്കുക. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്? ഇതിന്റെ ഓരോന്നിന്റെയും പരപ്പളവ് കാണാനാണ്. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 4 എടുത്തു, ബി എന്ന് പറഞ്ഞാൽ 5 എടുത്തു അല്ലെ? സി എന്ന് പറഞ്ഞാൽ 7 എടുത്തു. അപ്പൊ നമുക്ക് സമവാക്യം അറിയാം. എസ് കാണാൻ എന്തായിരുന്നു? എസ് സമം 1/2 ഗുണിക്കണം എ പ്ലസ് ബി പ്ലസ് സി സമം 1/2 ഇൻറ്റു 4 കൂട്ടണം 5 കൂട്ടണം 7. 4 കൂടി 5 കൂട്ടിയാൽ 9, 9 കൂടി 7 കൂട്ടിയാൽ 16. അപ്പൊ 1/2 ഇൻറ്റു 16 എത്ര കിട്ടി? 8 നമുക്ക് ആര് കിട്ടി? എസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് കാണണം. അപ്പൊ നമുക്ക് പരപ്പളവ് കാണാൻ സമവാക്യം അറിയാം. എന്താണ് അല്ലെ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 8. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, ബി എന്ന് പറഞ്ഞാൽ 5, സി എന്ന് പറഞ്ഞാൽ 7. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 8 ഇൻറ്റു 8 കുറക്കണം 4, അടുത്ത് 8 കുറക്കണം 5, 8 കുറക്കണം 7. എന്നിട്ട് എന്ത് ചെയ്യുക? റൂട്ട് എഴുതുക. സമം 8 ഗുണിക്കണം 8 ന്ന് 4 പോയാൽ 4, 8 ന്ന് 5 പോയാൽ 3, 8 ന്ന് 7 പോയാൽ 1. അപ്പൊ എന്ത് കിട്ടി? 8 ഗുണിക്കണം 4 ഗുണിക്കണം 1. ഞാൻ ഈ 8നെ 4 ഇൻറ്റു 2 ആക്കാം. ഗുണിക്കണം 4 ഇൻറ്റു 3 ഗുണിക്കണം 1. നമുക്കറിയാം 2 ആൾക്കാരെ ഒന്നാക്കുന്ന രീതിയാണ് ആര് പറയുന്നത്? റൂട്ട്. അപ്പൊ ഇവിടെ 2 4 ഉണ്ട്, ഇവിടെ 4. അപ്പൊ 2 4 ഉണ്ട്, അപ്പൊ 1 4 ഇല്ല. പിന്നെ ഇനി ബാക്കി ആരും പോകുന്നില്ല. അപ്പൊ 2 ഇൻറ്റു 3 അല്ലെ? ബാക്കി 2ഉം 3. അപ്പൊ 4 റൂട്ട് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? നമ്മുടെ പരപ്പളവായി വന്നു. 2 ഇൻറ്റു 3 6. അപ്പോ 4 റൂട്ട് 6 ആണ് ഇതിന്റെ ആൻസർ ആയി വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4 സെന്റിമീറ്ററും 13 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററാണ്. അപ്പൊ എ 4 എടുത്തു, ബി 13 എടുത്തു, സി 15 എടുത്തു. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി സമം 1/2 ഇൻറ്റു 4 പ്ലസ് 13 പ്ലസ് 15. 4 കൂടി 13 അല്ലെ? കൂട്ടുക. 15 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 32. അപ്പൊ 1/2 ഇൻറ്റു 32 എത്ര കിട്ടി? 16 ആയി. അപ്പൊ 32/2 എന്ന് പറഞ്ഞാൽ 16. ഇനി എന്ത് ചെയ്യാം? ആ സമവാക്യത്തിൽ ഉപയോഗിക്കാം. എന്താണ് സമവാക്യം? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 16. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13. സി എന്ന് പറഞ്ഞാൽ 15 സമം 16 ഇൻറ്റു 16 മൈനസ് 4, 16 മൈനസ് 13, 16 മൈനസ് 15. എന്നിട്ട് എന്ത് കൊടുക്കുക? റൂട്ട് കൊടുക്കുക. സമം 16 അല്ലെ? 16 4 പോയ എത്രയാണ്? 12. 16 13 കുറച്ചാൽ 3, 16 15 കുറച്ചാൽ 1. അത് റൂട്ടിനകത്ത് സമം
ഇനി നമുക്കറിയാം 16 ഗുണിക്കണം 12നെ 4 ഇൻറ്റു 3 ആക്കാം. ഇൻറ്റു 3 അപ്പൊ 16ന്റെ റൂട്ട് നമുക്കറിയാം 4 ആണ്. ഇനി 4ന്റെ റൂട്ട് നമുക്കറിയാം 2 ആണ്. 2 3നെ ഞാൻ എന്താക്കി 1 3 ആക്കി. നമുക്കറിയാം റൂട്ട് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ 2 3നെ ആക്കി. അപ്പൊ 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 3 എത്രയായി അല്ലെ 24. അപ്പൊ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നു ഇതിന്റെ പരപ്പളവ്. 16ന്റെ റൂട്ട് 4 അല്ലെ 12നെ 4 ഇൻറ്റു 3 ഈ 4ന്റെ റൂട്ട് 2 2 3 ഉണ്ട് അതിനെ ഒരു 3 ആക്കി ഇട്ടു. ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ലെ 5ഉം 12ഉം 13 ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 5 ബി എന്ന് പറഞ്ഞാൽ 12 സി എന്ന് പറഞ്ഞാൽ 13. അങ്ങനെയാണെങ്കിൽ എസ് സമം 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. 1/2 എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ബി എന്ന് പറഞ്ഞാൽ 12 സി എന്ന് പറഞ്ഞാൽ 13 സമം 1/2 ഇൻറ്റു അല്ലെ 12 കൂടി 13 കൂട്ടാം. അപ്പൊ എത്ര കിട്ടും 25. 25 കൂടി 5 കൂട്ടിയാൽ 30. അപ്പൊ 30/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 15. ഇതിലേക്ക് ഉപയോഗിക്കുക അല്ലെ പരപ്പളവ് സമം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 15, എ എന്ന് പറഞ്ഞാൽ 5, ബി എന്ന് പറഞ്ഞാൽ 12, സി എന്ന് പറഞ്ഞാൽ 13. അപ്പൊ സമം 15 ഇൻറ്റു 15 കുറക്കണം 5, 15 കുറക്കണം 12, 15 കുറക്കണം 13. എന്ത് ചെയ്യാ റൂട്ട് കൊടുക്കുക സമം 15 ഇൻറ്റു 10 പ്ലസ് 3 പ്ലസ് എന്ത് 2 കൊടുത്തു. ഇനി എന്ത് ചെയ്യാ 15 എന്ന് മാറ്റുക 3 ഇൻറ്റു 5 10നെ 2 ഇൻറ്റു 5 3 ഇൻറ്റു 2 എന്ത് കൊടുത്തു ഇങ്ങനെ. ഇനി രണ്ടാൾക്കാരെ ഒന്നാക്കാം. ഇവിടെ ഒരു 3 ഉണ്ട് ഇവിടെ ഒരു 3 ഉണ്ട് അപ്പൊ ഒരു 3 എഴുതി. ഇവിടെ ഒരു 5 ഉണ്ട് ഇവിടെ ഒരു 5 ഉണ്ട് അപ്പൊ ഒരു 5 ഇട്ടു. ഇവിടെ ഒരു 2 ഉണ്ട് ഇവിടെ ഒരു 2 ഉണ്ട് അപ്പൊ ഒരു 2 ഇട്ടു. അപ്പൊ 3 ഇൻറ്റു 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞ എത്ര കിട്ടി 15 ഇൻറ്റു 2 30. അപ്പൊ 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പരപ്പളവായി വന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാപ്റ്ററും എന്തായി കംപ്ലീറ്റ് ആയി.